ടെസ്റ്റിംഗ് പടി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് സാനിറ്റി ടെസ്റ്റിംഗ് എന്താണെന്ന് നോക്കാം. സാനിറ്റി ടെസ്റ്റിംഗ് ഇസ് എ ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എക്സിക്യൂട്ടഡ് ഓൺ സ്റ്റേബിൾ ബിൽഡ്സ് ഓഫ് ആൻ ആപ്ലിക്കേഷൻ. അപ്പോൾ ആദ്യമായിട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റ് ഇത് സ്റ്റേബിൾ ബിൽഡിലാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. പിന്നെ ഇറ്റ് ഇസ് ഡൺ ടു എൻഷുർ ദാറ്റ് ദ ആപ്ലിക്കേഷൻ വർക്ക്സ് ആസ് എക്സ്പെക്റ്റഡ് ആഫ്റ്റർ മൈനർ ചേഞ്ചസ് ആർ ഡൺ ദ കോഡ്, മെയിൻലി ഫോർ ഫിക്സിംഗ് ബഗ്സ് ഓർ വെൻ ന്യൂ ഫീച്ചേഴ്സ് ആർ ആഡഡ്. അപ്പോൾ ഈ സാനിറ്റി ടെസ്റ്റിംഗ് എപ്പോഴാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷനകത്ത് എന്തെങ്കിലും ചെറിയ ചേഞ്ചസ് വരുത്തിയെന്ന് വിചാരിക്കുക. അതായത് ചെറിയ ചേഞ്ചസ് വരുത്താൻ രണ്ട് ഓപ്ഷൻ ഉള്ളത്. ഒന്ന് ബഗ് ഫിക്സ് ചെയ്യുക, അപ്പോൾ കോഡിൽ ചേഞ്ചസ് വരാം. അതുപോലെ തന്നെ പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുമ്പോൾ, പുതിയ ഫങ്ഷണാലിറ്റീസ് ആഡ് ചെയ്യുമ്പോൾ, അന്നേരം പുതിയ മോഡൽസ് പുതിയ കോഡ്സ് എഴുതിയിട്ട് അതിനകത്ത് ആഡ് ചെയ്യും. അപ്പോൾ അതൊക്കെ കാരണം ചെറിയ ചേഞ്ചസ് കോഡിൽ വരുന്നത് കാരണം ആപ്ലിക്കേഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാനിറ്റി ടെസ്റ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബിൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബിൽഡ് ബേസിക്കലി എന്താ പറഞ്ഞാൽ നമ്മളൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച് കോഡ്സ് എഴുതും. അങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ എഴുതുന്നത് ഹ്യൂമൻ റീഡബിൾ കോഡാണ്. ഇതിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാഷയിലേക്ക് മാറ്റണമല്ലോ. അപ്പോൾ അതൊരു എക്സിക്യൂട്ടബിൾ പ്രോഗ്രാം ആക്കി മാറ്റുന്നതിനെയാണ്, ഈ എഴുതുന്ന ഹ്യൂമൻ റീഡബിൾ കോഡിനെ ഒരു എക്സിക്യൂട്ടബിൾ പ്രോഗ്രാം ആക്കി മാറ്റുന്നതിനെയാണ് ബിൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡെവലപ്പേഴ്സ് ഡെവലപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്ലിക്കേഷനകത്ത് കുറേ കോഡ്സ് ഉണ്ടാകും. അപ്പോൾ ഫസ്റ്റ് ഈ ഫീച്ചേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്ത കോഡ്സിനെ ബിൽഡ് 1 എന്ന പേരിലായിരിക്കും ഇറക്കുന്നത്. അപ്പോൾ ഈ ബിൽഡ് 1-നകത്ത് ബഗ്സ് ഉണ്ടാകും. ആ ബഗ്സ് ടെസ്റ്റേഴ്സ് ടെസ്റ്റ് ചെയ്തിട്ട് ഡെവലപ്പേഴ്സിന് റിപ്പോർട്ട് ചെയ്യും. ഡെവലപ്പേഴ്സ് അത് ഫിക്സ് ചെയ്തതിന് ശേഷം ബിൽഡ് 2 എന്ന് പറഞ്ഞ് ഇറക്കും. വീണ്ടും അതിൽ ബഗ്സ് ഉണ്ടാവും. ടെസ്റ്റ് ചെയ്ത് ഡെവലപ്പേഴ്സിന് റിപ്പോർട്ട് ചെയ്യും. ഡെവലപ്പേഴ്സ് ബിൽഡ് 3 ഇറക്കും. അങ്ങനെ ബിൽഡ് 4, ബിൽഡ് 5, അങ്ങനെ ഒരു ബിൽഡ് 30, 40 ഒക്കെ ആകുമ്പോഴത്തേക്കിനും ഈ ബിൽഡ് സ്റ്റേബിളായി എന്ന് പറയാം. അതായത് അന്നേരം മെയിനായിട്ടുള്ള ഫങ്ഷണാലിറ്റീസിന്, ഇമ്പോർട്ടൻറ്റ് ഫങ്ഷണാലിറ്റീസിന് ചേഞ്ചസ് വരാനുള്ള സാധ്യത കുറവാണ്. ആ സമയത്ത് ബഗ്സ് വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനിൽ ഈ ബഗ്സ് വളരെ കുറവായിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ബഗ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫിക്സ് ചെയ്ത ബഗ് ആ പ്രോബ്ലം സോൾവ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. അതേപോലെ തന്നെ അത് സോൾവ് ആയത് കാരണം, ആ ഒരു കോഡിൽ ചേഞ്ച് വന്നത് കാരണം അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന എന്തെങ്കിലും ഫങ്ഷണാലിറ്റിക്ക് മാറ്റം വന്നിട്ടുണ്ടോ, ഓൾറെഡി വർക്ക് ചെയ്തിരുന്ന എന്തെങ്കിലും കാര്യം വർക്ക് ചെയ്യാതിരിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നതിനെയാണ് നമ്മൾ സാനിറ്റി ടെസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ ബിൽഡ് 1, ബിൽഡ് 2, ബിൽഡ് 3 അങ്ങനെ കുറച്ച് ബിൽഡ്സ് എല്ലാം അൺസ്റ്റേബിൾ ബിൽഡ്സ് ആയിരിക്കും. അത് കഴിഞ്ഞൊരു 30 or 40 ഒക്കെ എത്തുമ്പോഴായിരിക്കും സ്റ്റേബിൾ ബിൽഡ്സ് ആകുന്നത്. ഈ സ്റ്റേബിൾ ബിൽഡിലാണ് നമ്മൾ സാനിറ്റി ടെസ്റ്റിംഗ് ചെയ്യുന്നത്. അത് സാനിറ്റി ടെസ്റ്റിംഗ് പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ റിഗ്രഷൻ ടെസ്റ്റിംഗ് ചെയ്യുള്ളൂ. സാനിറ്റി ടെസ്റ്റിംഗ് ഫെയിൽ ആയി കഴിഞ്ഞാൽ ബിൽഡ് റിജക്റ്റ് ആവും. തിരിച്ച് ഡെവലപ്പേഴ്സിന് റിപ്പോർട്ട് ചെയ്തിട്ട് ഡെവലപ്പേഴ്സ് അത് വീണ്ടും അതിനകത്തെ ബഗ് എന്താണെന്നുള്ളത് ഫിക്സ് ചെയ്തതിന് ശേഷം അടുത്ത ബിൽഡ് ഇറക്കും. അപ്പോൾ ഇതിനകത്തെ നമ്മൾ പറഞ്ഞു, നമ്മൾ റിഗ്രഷൻ ടെസ്റ്റിംഗ്, സാനിറ്റി ടെസ്റ്റിംഗ് പാസ്സായെങ്കിൽ മാത്രമേ റിഗ്രഷൻ ടെസ്റ്റിംഗ് ചെയ്യുള്ളൂ എന്ന്. അപ്പോൾ റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എൻഡ് ടു എൻഡ് ടെസ്റ്റിംഗ് ആണ്. അതായത് ഈ പുതിയൊരു കോഡ് അല്ലെങ്കിൽ പുതിയൊരു ഫങ്ഷണാലിറ്റി ആഡ് ചെയ്തത് കാരണം അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഫീച്ചേഴ്സിന് ചേഞ്ചസ് വന്നിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നതിനെയാണ് എൻഡ് ടു എൻഡ് ഫുൾ സോഫ്റ്റ്വെയറിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നതാണ് റിഗ്രഷൻ ടെസ്റ്റിംഗ്. പക്ഷേ സാനിറ്റി ടെസ്റ്റിങ്ങിൽ എന്താണ് ചെയ്യുന്നത്? ഈ പെർട്ടിക്കുലർ ഫങ്ഷണാലിറ്റിക്ക് മാത്രം അത് വർക്ക് ചെയ്യുന്നുണ്ടോ, അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അത് ആഡ് ചെയ്തത് കാരണം തൊട്ടടുത്ത് അതിന് ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്ന ഫീച്ചേഴ്സിന് മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുന്നതാണ് സാനിറ്റി ടെസ്റ്റിംഗ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഒരു ലോഗിൻ പേജ് എടുക്കാമെന്ന് വിചാരിക്കുക. അതിനകത്ത് ഇപ്പോൾ യൂസർ നെയിമും പാസ്വേഡും അടിച്ചു കൊടുത്തിട്ട് ലോഗിൻ ക്ലിക്ക് ചെയ്ത് പോകുന്നൊരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ യൂസർ പറഞ്ഞു, നമ്മുടെ ക്ലയൻറ്റ് പറഞ്ഞു അതിനകത്ത് ഫോൺ നമ്പർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, ഡെവലപ്പേഴ്സ് ഫോൺ നമ്പർ ആഡ് ചെയ്യാനുള്ള അതിനുള്ള മോഡൽസ് കോഡ്സിൽ ആഡ് ചെയ്യും. അതിനുശേഷം ഇപ്പോൾ അതൊരു ബിൽഡ് 30 ആണെന്ന് വിചാരിക്കുക. ബിൽഡ് 31 കോഡ്സ് ആഡ് ചെയ്തതിന് ശേഷം, പുതിയ ഫങ്ഷണാലിറ്റി ആഡ് ചെയ്തതിന് ശേഷം ഇറക്കി. ബിൽഡ് 31 ഇറക്കി. 31-ൽ ടെസ്റ്റേഴ്സ് അത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. അപ്പോൾ അത് അതിനകത്ത് അവർ ആദ്യം ടെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, സാനിറ്റി ടെസ്റ്റിങ്ങിനകത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ പെർട്ടിക്കുലർ ഫോൺ നമ്പർ എന്ന ഓപ്ഷൻ
എന്താണ് അതിനകത്ത് ആദ്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും എന്താണ് അതിനകത്ത് ചേഞ്ച് വരുത്തിയത്, എന്ത് പുതിയ ഫീച്ചറാണ് ആഡ് ചെയ്തത് എന്നുള്ളത് നോക്കും, അല്ലെങ്കിൽ എന്ത് ബഗ്ഗാണ് ഫിക്സ് ചെയ്തതെന്നുള്ളത് നോക്കും. അത് കഴിഞ്ഞിട്ട് അത് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം നമ്മളത് ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്യുമ്പോൾ മെയിനായിട്ടും ആ ഫോൺ നമ്പർ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അതുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്നത്, അതായത് ഇപ്പോൾ പാസ്വേഡ് നമുക്ക് അടിക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അപ്പോൾ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ഓപ്ഷൻ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അത് ബിൽഡ് പാസ്സാക്കിയിട്ട് റിഗ്രഷൻ ടെസ്റ്റിങ്ങിലേക്ക് മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമുക്ക് റിഗ്രഷൻ ടെസ്റ്റിങ്ങിൻ്റെ ഒരു സബ്സെറ്റായിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ സാനിറ്റി ടെസ്റ്റിങ്ങിന് പറയുന്ന മറ്റൊരു പേരെന്ന് പറയുന്നത് സർഫസ് ലെവൽ ടെസ്റ്റിംഗ് എന്നാണ്. പിന്നെ ഇതൊരു നോൺ സ്ക്രിപ്റ്റഡ് ടെസ്റ്റിംഗ് ആണ്. അതായത് നമ്മളിതിനകത്ത് ടെസ്റ്റ് കേസ് ഒന്നും എഴുതിയിട്ടല്ല സാനിറ്റി ടെസ്റ്റിംഗ് ചെയ്യുന്നത്, അത് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടുള്ള അൺപ്ലാൻഡ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ്. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇത് ടൈം സേവിങ് ആണ്, സ്പീഡിയാണ്. അപ്പോൾ ടൈം സേവിങ് എന്ന് പറയാൻ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് സാനിറ്റി ടെസ്റ്റിംഗ് ഫെയിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റിഗ്രഷൻ ടെസ്റ്റിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല. റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എൻഡ് ടു എൻഡ് ടെസ്റ്റിംഗ് ആണ്, അപ്പോൾ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ സാനിറ്റി ടെസ്റ്റിംഗ് ഫെയിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. പിന്നെ നോൺ സ്ക്രിപ്റ്റഡ് ആണ്, ഡോക്യുമെൻറ്റഡ് അല്ല, അപ്പോൾ നമുക്ക് വേഗത്തിൽ അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും, സ്പീഡി ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. പിന്നെ നാരോ ആൻഡ് ഡീപ്പ് ടെസ്റ്റിംഗ് ഇസ് ഡൺ. ഡീപ്പായിട്ടുള്ള ടെസ്റ്റിംഗ് ആയിരിക്കും, പക്ഷേ നാരോ ആണ്, അതായത് പെർട്ടിക്കുലർ ഫംഗ്ഷനാലിറ്റിയോ ഫീച്ചറോ മാത്രമേ നമ്മൾ അന്നേരം ചെക്ക് ചെയ്യുള്ളൂ. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ടെസ്റ്റേഴ്സ് ആർ നോട്ട് റിക്വയർഡ് ടു റിപ്പോർട്ട് ദി ഇഷ്യൂസ് ബട്ട് ഡയറക്ട്ലി സെൻഡ് ടു ഡെവലപ്പേഴ്സ് ടു സോൾവ്. അപ്പം ഡയറക്റ്റായിട്ട് ഡെവലപ്പേഴ്സിന് സെൻഡ് ചെയ്താൽ മതി. ഇതിനകത്ത് എന്തെങ്കിലും സാനിറ്റി ടെസ്റ്റിംഗിൽ ബഗ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഡെവലപ്പേഴ്സിന് സെൻഡ് ചെയ്താൽ മതി, റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെയാണ് സാനിറ്റി ടെസ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് സാനിറ്റി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ മെയിൻലി നമ്മൾ സ്റ്റേബിൾ ബിൽഡ്സിലായിരിക്കും ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് വേഗം നമുക്ക് ക്വിക്ക് വാല്യുവേഷനൊക്കെ നടത്താൻ പറ്റും, സ്പീഡി നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അതുപോലെ തന്നെ ഇതിനകത്ത് മെയിൻ ആ ഒരു പെർട്ടിക്കുലർ ഫീച്ചർ അല്ലെങ്കിൽ ഒരു ഫങ്ഷനാലിറ്റി ആഡ് ചെയ്തത് കാരണം വരുന്ന ചേഞ്ചസ് ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇത് റിഗ്രഷൻ ടെസ്റ്റിങ്ങിൻ്റെ ഒരു സബ്സെറ്റാണ്. ഇത് നോൺ സ്ക്രിപ്റ്റഡ് ആണ്, നാരോ ആൻഡ് ഡീപ്പ് ടെസ്റ്റിംഗ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് സാനിറ്റി ടെസ്റ്റിംഗിൽ വരുന്നത്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ലൈവായിട്ടുള്ള ഓൺലൈൻ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് സർട്ടിഫിക്കേഷനോടുകൂടി ഇൻറ്റേൺഷിപ്പ് വേണമെന്നുള്ള താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.